എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ബണ്ണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രീം ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാൽ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ തന്നെ ഈസ്റ്റ് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് എടുക്കുന്ന പാല് ഇളം ചൂടുള്ള പാലായിരിക്കണം, എന്നാലും നല്ല ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തതാണ്. ഈസ്റ്റൊക്കെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിൽ തന്നെ നമ്മൾ 2 കപ്പ് മൈദാമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് പാല് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മൈദയാണ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വല്ലതും മൈദാമാവും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടും. ചപ്പാത്തി മാവ് പോലെയല്ല, കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടും. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് തന്നെ ഈ മാവ് കിട്ടത്തുള്ളൂ. നമ്മളൊരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ മാവ് കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത ആ ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മുന്നേ വെളിയിലെടുത്ത് വയ്ക്കുക. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ബട്ടറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാവുന്ന വരെ നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൗളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബൗളിലെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുകളിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. ഒരു 1 അവറൊക്കെ വെക്കുമ്പോഴേക്കും പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ 1 അവർ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ 2 അവറൊക്കെ വേണ്ടി വരും. ഇത് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസ് ആയി വരും. പിന്നെ ഇത് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടവൽ നന്നായിട്ടൊന്ന് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ അടപ്പ് വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാലും മതി. ഇപ്പോൾ നമ്മൾ ഇതൊരു 2 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബോൾ പോലെ ആക്കി എടുക്കുക.
പിന്നെ കൈകൊണ്ട് ബോൾസ് ആക്കി എടുക്കുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒട്ടിച്ചേർന്നിരിക്കുന്നതൊക്കെ വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൈകൊണ്ട് ബോൾസ് ആക്കി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തേത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ഒരു 8 ബോൾസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എണ്ണത്തിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ ഇത് നമ്മൾ ബോൾസ് ആക്കിയിട്ട് വെക്കുമ്പോൾ കുറച്ച് അകത്തി വെക്കുക. കാരണം ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഇത് ബോൾസ് ആക്കി വയ്ക്കാൻ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒരു മീഡിയം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമൊക്കെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും. എന്നാൽ ബണ്ണിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അകവും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് കുറച്ച് ടൈം എടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ 2 സൈഡും ഒരു ബ്രൗൺ കളറൊക്കെ ആയി ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും കളറ് പതിയെ ചേഞ്ചായി വരും. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും മാത്രമേ നമ്മൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവൂ. അപ്പോൾ നമ്മുടെ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതാ നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പതിയെ ബ്രൗൺ കളർ ആയി കിട്ടുന്നവരെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. അങ്ങനെ വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ബണ്ണെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റ് ബണ്ണാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബൗളിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ബട്ടർ നല്ല സോഫ്റ്റായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറും പഞ്ചസാരയും നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബണ്ണും കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ക്രീം ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ബണ്ണ് നമ്മൾ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബണ്ണ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്യാതെ വിടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ക്രീം നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് വല്ലതും ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ബണ്ണ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റ് ബണ്ണാണ്.
പിന്നെ നമ്മൾ ഇതിനുള്ളിൽ ബട്ടർ ക്രീമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്ക് മിക്കവാറും ക്രീം ബണ്ണ് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്